യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നിരാശയിൽ പതിച്ച് ജീവിതം തകർന്നു പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നത് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുന്നവരുടെ ലോകം വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നു. സമ്പത്തും സ്ഥാനമാനങ്ങളും സുഖങ്ങളും തലയ്ക്കു പിടിച്ച മനുഷ്യൻ താൻ ആരാണെന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട് മൃഗത്തേക്കാൾ ഹീനമായ പ്രവൃത്തി ചെയ്യുന്നത് നാം കാണാറുണ്ടല്ലോ. നീ ആരാണെന്നും നിന്നെ മെനഞ്ഞവൻ്റെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നും ഇന്ന് നീ മനസ്സിലാക്കുന്നെങ്കിൽ എന്താണ് നിൻ്റെ കടമയെന്നും എങ്ങനെയാണ് നീ ജീവിക്കേണ്ടതെന്നും തിരിച്ചറിയുവാൻ സാധിക്കും. ഇതിലേക്ക് നയിക്കുവാൻ ഇന്നത്തെ ഷെമാ ഇസ്രായേൽ നമ്മെ സഹായിക്കുന്നു. നമുക്ക് വചന സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് നടുവിന് വേദന 7 വർഷം 8 വർഷമായിട്ട് എനിക്ക് നടുവിന് വേദനയുണ്ടായിരുന്നു. എൻ്റെ 2 ഡെലിവറിയും ഓപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ നടുവേദനയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കൗൺസിലിംഗ് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു, ഇത് ഡെലിവറിക്ക് മുമ്പേ ഉള്ളതാണ്, നിനക്ക് ബസ്സിൽ വച്ചൊരു ആഴത്തിലൊരു വീഴ്ച വന്നതാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഈ നടുവേദനയെന്ന് പറഞ്ഞു. ഈശോ ഈ ധ്യാനത്തോടു കൂടി നിൻ്റെ ഈ വേദന എടുത്തു മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നീ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു നടുവേദനയുമില്ല. അല്ലെങ്കിൽ എനിക്ക് നേരെ നിൽക്കാനോ കുറച്ച് നേരം ജോലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ നിൽക്കാനും കാല് കടിച്ചു പൊട്ടുന്ന വേദന അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് വരെ ഒരു നടുവേദനയുമില്ല. അതിനാൽ യേശുവേ നന്ദി, യേശുവേ. മിശിഹായിൽ സ്നേഹമുള്ള ഷെമാ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓരോ സമയവും ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും ഒക്കെ അശുദ്ധിയുടെ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ അതെല്ലാം കഴുകി മാറ്റുന്ന സമയമാണ്. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കാം. പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ ലോകമെമ്പാടും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ മക്കളെയും, ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളെ മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ, മാറ്റം വരുത്തേണ്ട ജീവിതത്തിലെ സാഹചര്യങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയിൽ, പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അനന്തമായ കരുണയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനായ ഈശോയെ, അങ്ങയുടെ കുരിശുമരണവും പീഡാസഹനവും ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിലൂടെ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവർത്തനത്തിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നു. കാരുണ്യവാനും നല്ലവനുമായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശേഷമുള്ളവരെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള വചനമായും കർത്താവ് നമുക്ക് തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 16-17 വചനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗങ്ങളിലൊന്നാണിത്. ഈശോ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിരുത്തി കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കൾ അവരുടെ സ്വത്ത് ഭാഗിക്കുന്നത് അവരുടെ നല്ലൊരു പ്രായമൊക്കെ കഴിഞ്ഞ് പ്രായം ഏറി വരുമ്പോൾ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുമൊക്കെ ഏകദേശം അവസാനിച്ചുവെന്ന് മനസ്സിലാകുമ്പോൾ തങ്ങളുടെ മക്കൾക്ക് തങ്ങൾക്കുള്ളതൊക്കെ പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പങ്കുവെച്ച് കൊടുക്കുന്നത് സ്വീകരിക്കുന്ന മക്കൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയും ചെയ്യും. പിതാവിൻ്റെ ഹിതമനുസരിച്ച്, അപ്പൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ എന്നാണ് അപ്പൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുഗ്രഹമായി അത് മാറുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ആണെങ്കിൽ യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന 12 അപ്പസ്തോലന്മാർ, ഈശോയുടെ കൂടെ എപ്പോഴും നടക്കുന്നവർ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, ഈ ഒന്നുമില്ലാത്തവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ യേശുവിന് മറ്റൊന്നും അവന് പങ്കുവെച്ച് കൊടുക്കാനില്ല. കാരണം തൻ്റെ ജീവിതത്തിന് മുഴുവൻ ഈശോ പങ്കുവെച്ച് കൊടുക്കുന്നത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവിക വഴികളാണ്, അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അദ്ദേഹം അനുഗ്രഹങ്ങളുമൊക്കെയാണ് എല്ലാവർക്കുമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് പങ്കുവെച്ച് കൊടുക്കാനുള്ളത് താൻ എന്താണോ ജീവിച്ചത് അതാണ് പങ്കുവെച്ച് കൊടുക്കാനുള്ളത്. അങ്ങനെ പങ്കുവെച്ച് കൊടുക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുക. ഏറ്റവും പ്രശസ്തമായ മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമകളിലൂടെ ഈശോ കടന്നുപോയി എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്, എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. നമ്മളോട് ചേർന്ന് നിന്നാൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇനി വീണ്ടും അതിന് മുന്നോട്ട് പോകുമ്പോഴേക്കും യോഹന്നാന്റെ സുവിശേഷം 16, 17, 15-ാമത്തെ അധ്യായം 16, 17 വചനങ്ങളാണ് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുക. 16-ാമത്തെ വചനം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ശക്തമായ ഒരു വചനമാണിത്. പലപ്പോഴും ഇന്ന് ലോകത്തിൽ പലരുടെയും ഒരു ചിന്ത ഒക്കെ എൻ്റേതാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ ഇഷ്ടമാണ്, ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകും, എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ പറയുന്ന അഹങ്കാരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എൻ്റെ എന്നുള്ളൊരു വാക്ക് നിലനിൽക്കുന്നത് വെറും 50, 60, 70 വർഷമാണെന്നുള്ള ഒരു ബോധ്യം പോലും ഉള്ളിൽ കരുതാതെയാണ് ഈ സംസാരമൊക്കെ. എൻ്റേതെന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമുള്ളത് കൊണ്ടല്ല, പലപ്പോഴും ആ സംസാരത്തിന് ദാർഷ്ട്യമുണ്ട്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന അഹങ്കാരമെന്ന വലിയ പാപം അതിന് പിന്നിൽ കിടപ്പുണ്ട്. ഞാനാണ് എല്ലാത്തിൻ്റെയും ഉടയവനെന്നുള്ള ചിന്ത. ഇവിടെയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഇത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. വീണ്ടും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിന് ശക്തിയില്ല എന്ന് പഠിപ്പിക്കുകയും ദൈവമില്ല എന്ന് പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ യുക്തിവാദികളും നിരീശ്വരവാദം പഠിപ്പിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ വിചാരിക്കുന്നത് അവരാണ് ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ദൈവത്തെയാണ് എനിക്ക് വേണ്ടത്, ഞാൻ തിരഞ്ഞെടുക്കുന്ന ദൈവം. അവർ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ദൈവത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും, അങ്ങനെ പഠിപ്പിക്കുന്ന, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്, എനിക്കിഷ്ടമുള്ള ദൈവം. പക്ഷേ ഇവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ. സങ്കീർത്തനം 139, 1 മുതലുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ കിടപ്പും നടപ്പും നിന്റെ ഇരിപ്പും എഴുന്നേൽപ്പും ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ദൈവം. സങ്കീർത്തനം 130 വീണ്ടും പഠിപ്പിക്കുന്നു, ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് നിന്നെ രൂപപ്പെടുത്തുന്ന സമയം നിന്റെ രൂപം എനിക്ക് അത് അറിയാമായിരുന്നു, അത് വ്യക്തമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൃത്യമായിട്ടും അറിയുന്നുണ്ട്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പലപ്പോഴും
നമ്മുടെയൊക്കെ ചിന്ത, നമ്മളൊക്കെ ഈ ഭൂമിയിൽ കടന്നു വന്നത് നമ്മുടെയൊക്കെ ഗുണം കൊണ്ടോ എൻ്റെ മാതാപിതാക്കളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടോ ഒക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് തിരഞ്ഞെടുത്തതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഞാനെന്ന വ്യക്തിയെ, ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി തിരഞ്ഞെടുത്താൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്താൽ, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ജോലിയില്ലാതെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് നടക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെ ഒരു പക്ഷേ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ദത്തെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുകയാണ്. നീ എൻ്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ വളർത്തു മകളാണ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ എത്രമാത്രം കരുതലും അതിന് പിന്നിലുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തി നമ്മളെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മുടെ സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ഭാവി പദ്ധതികളും ഒക്കെയാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയാൽ, തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ, ആ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ കഴിവ് എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എത്രയോ സന്തോഷകരമായിട്ട് സമാധാനകരമായിട്ട് എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവത്തിന്. എന്നെപ്പോലെ മറ്റൊരു വ്യക്തിയില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ, അത് കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് മാത്രമേ ആവൂ. ചിലപ്പോൾ ഒത്തിരിയേറെ പേര് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് ചില കുടുംബജീവിതം നയിക്കുന്നവർ പറയാറുണ്ട്, അച്ഛാ, ചില ഭാര്യമാരും എന്ന് പറയും, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണ്, ചീട്ട് കളിക്കും, അതുപോലെ എല്ലാ തരത്തിലുള്ള ആഭാസങ്ങളുമുണ്ട്, വീട്ടിൽ എന്നും ബഹളമാണ്, ലഹളയാണ്, ഞാനിത് മടുത്തു വച്ചാ, എന്തിനാ ദൈവം ഇങ്ങനെ ഒരാളെ എനിക്ക് തന്നത്? ഞാൻ അവസാനമായിട്ട് കൊടുക്കുന്ന ഉത്തരം ഇതാണ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ദൈവം ആ ഒരു ജീവിത പങ്കാളിയെ നോക്കുവാനും സംരക്ഷിക്കുവാനും ആ ആത്മാവിനെ രക്ഷിക്കുവാനും നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഏൽപ്പിച്ചതാണ്. നീ അല്ലാതെ മറ്റാരും ആ ഉത്തരവാദിത്വം ഈ ലോകത്തിൽ ഏറ്റെടുക്കാൻ ദൈവത്തിൻ്റെ കൺമുൻപിൽ ഇത്രയും യോഗ്യയായിട്ടില്ല. പലപ്പോഴും മക്കളെക്കുറിച്ചുള്ളതും അങ്ങനെ തന്നെയാണ്. മക്കളുടെ ഉത്തരവാദിത്വം മാതാപിതാക്കളെ ഏൽപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവരെ നേർവഴിക്ക് നയിക്കുന്നത് മാത്രമല്ല, അവരെ ധാർമ്മികതയിൽ നയിക്കുന്നത് മാത്രമല്ല, ആ ആത്മാവിനെ, മക്കളുടെ ആത്മാവിനെ എൻ്റെ മരണത്തിൻ്റെ സമയം വരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ്, സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ അപ്പനും അമ്മയ്ക്കുമുണ്ട്. അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ചിന്തിക്കാനും അതനുസരിച്ച് അവരെ തിരുത്താനുമുള്ള കടമ ഓരോ മാതാപിതാക്കൾക്കുമുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുവെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നാശത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, പിന്നെയോ രക്ഷയിലേക്ക് വരാൻ. എന്തിനാണെന്ന് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്? മൃഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല, മത്സ്യങ്ങളെ തിരഞ്ഞെടുത്തില്ല, പക്ഷിമൃഗാദികളെ തിരഞ്ഞെടുത്തിട്ടില്ല, വൃക്ഷങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല. തിരഞ്ഞെടുത്തത് എന്നെയും നിങ്ങളെയുമാണ്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് അടുത്ത വചനം പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ത് ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്? പ്രിയപ്പെട്ട, ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഈ ഭൂമിയിൽ വലിയൊരു വീട് പണിത് അതിനകത്ത് താമസിച്ചു എന്നുള്ളതല്ല. അതൊരു ഫലമേ അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. കർത്താവിൻ്റെ മുമ്പിൽ ഫലം സമ്പത്തുണ്ടാക്കിയോ എന്നുള്ളതല്ല. നിന്നെ ഏൽപ്പിച്ച ബിസിനസ് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിച്ചോളെന്ന് ഉള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്ന ഫലം. അതുമല്ലെങ്കിൽ നിനക്ക് ഏൽപ്പിച്ചു തന്ന സമ്പത്ത് നീ വർദ്ധിപ്പിച്ചോ എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്ന ഫലം. ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്താണെന്ന് ബൈബിൾ തന്നെ വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ചിതല് കയറാത്തതും പുഴുവരിക്കാത്തതുമായിട്ടുള്ള നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നിക്ഷേപം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഫലം, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് പറയുമ്പോൾ സ്വർഗത്തിനുതകുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും
നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അവസാനിക്കുന്ന ഫലമല്ല. മേൽപ്പറഞ്ഞ സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ കാണുന്നതൊക്കെ കെട്ടിപ്പൊക്കുന്നതൊക്കെ ഈ ഭൂമിയിൽ അവസാനിക്കുന്നതാണ്. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാനായിട്ടാണ് കർത്താവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. എന്താണ് നിലനിൽക്കുന്ന ഫലം? പ്രിയപ്പെട്ടവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-23 വചനങ്ങളിൽ ഈ ഫലങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, അശുദ്ധാത്മാക്കളാലല്ല, തിന്മയുടെ അരൂപികളാലല്ല, നെഗറ്റീവ് ശക്തികളാലല്ല, ഒരു അശുദ്ധ ആത്മാക്കളാലല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഫലം. അതുകൊണ്ട് തന്നെ സ്നേഹമില്ലാത്ത ആളുകളുണ്ടോ? അതിൻ്റെ അർത്ഥം നീ പരിശുദ്ധാത്മാവിൽ ഇനിയും നിറയേണ്ടിയിരിക്കുന്നു. സമാധാനമില്ലാത്തവരുണ്ടോ? സമാധാനം നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളിൽ നിറയണം. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് സമാധാനം അനുഭവിക്കാൻ പറ്റാത്തതും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റാത്തതും. ആനന്ദം, സന്തോഷമില്ലേ? ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സന്തോഷമില്ല. എന്താണ് കാരണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൻ്റെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിനക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്. കാരണം നീ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾക്കോ വേണ്ടിയാണ്. നീ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിനക്ക് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സന്തോഷം നൽകും. വിശുദ്ധ മദർ തെരേസ ചെയ്ത ഓരോ പ്രവൃത്തിയും വിശുദ്ധ മദർ തെരേസ ചെയ്യുന്നത് ലോകത്തിന് വേണ്ടിയല്ല, ആരുടെയെങ്കിലും കൈകളിൽ നിന്നും അവാർഡ് വാങ്ങാനോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും അംഗീകാരം നേടിയെടുക്കാനോ അല്ല മദർ തെരേസ കാര്യങ്ങൾ ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, വിശുദ്ധ മദർ തെരേസയെ ഇൻ്റർവ്യൂ നടത്താനായിട്ട് വന്ന ഒരു ലേഖകൻ ചോദിക്കുന്നുണ്ട്, ഇത്ര വൃത്തികെട്ട വ്രണങ്ങളുള്ള വ്യക്തികളെ എങ്ങനെയാണ് അമ്മേ നിങ്ങൾക്ക് പരിചരിക്കാൻ പറ്റുക, അവരെ കഴുകാൻ പറ്റുക, അവരുടെ മുറിവുകൾ സ്പർശിക്കാൻ പറ്റുക, അവരെ ചുംബിക്കാൻ പറ്റുന്നത് എങ്ങനെയാണിത്? ഇത്ര വൃത്തികെട്ടുള്ളത്. ഞാനാണെങ്കിൽ ഒരു ലേഖകൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ എത്ര കോടി ഡോളർ തന്നാലും ഈ പ്രവൃത്തി ചെയ്യില്ല. മദർ തെരേസ അതിന് ഉത്തരമായിട്ട് കൊടുക്കുന്നുണ്ട്, പ്രിയപ്പെട്ട സഹോദര, എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ഡോളർ തന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഞാനിത് ചെയ്യില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മദർ തെരേസയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാനാണ് ഈശോ നമ്മളെ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയൊക്കെയാണ് നിലനിൽക്കുന്ന ഫലങ്ങൾ. ഈ നിലനിൽക്കുന്ന ഫലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അനുനിമിഷം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നോക്കുന്നത് ഈ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാണോ ഞാനും നിങ്ങളുമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ, ഈ 9 ഫലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പുറപ്പെടുവിക്കുവാൻ തീരുമാനമെടുത്ത് നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ, ഉദാഹരണത്തിന് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, എന്തുകൊണ്ടാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് കാരണം കണ്ടെത്തി ആ കാരണത്തെ പരിഹരിച്ച് എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്മൂലം അതുമൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും, പിതാവ് നൽകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയൊക്കെ പാലിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ തന്മൂലം പിതാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ദൈവപിതാവ് നമ്മളെ ആവശ്യമായതൊക്കെ നൽകി അനുഗ്രഹിക്കുമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമാണല്ലോ എല്ലാ കൽപ്പനകളുടെയും സാരാംശം, സ്നേഹമാണല്ലോ എല്ലാ നിയമങ്ങളുടെയും അന്തസത്ത, സ്നേഹമാണല്ലോ ഈ ലോകത്തിൻ്റെ അന്തസത്ത. കാരണം സ്നേഹം ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ നമുക്ക് ദൈവത്തെ അനുസരിക്കാം, സ്നേഹത്തോടെ നമുക്ക് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ
ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. അതിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകമായി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ തിരുവചനത്തിലൂടെ കേട്ടു, ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുക. ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഫലമല്ല. നമ്മളത് കണ്ടു കഴിഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്താണെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവർ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം എന്നീ ഫലങ്ങൾ. ഈ ഫലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പരാതി പറയുന്നുണ്ടെങ്കിൽ, നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് പ്രീതികരമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് തിരുവചനം നമ്മൾ കേൾക്കുന്ന സമയം. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനമെടുക്കണം. സ്നേഹിക്കാൻ പറ്റുന്നില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ പരാതിയുള്ള വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല, കരുണ കൊടുക്കാൻ പറ്റുന്നില്ല, ദയ കാണിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദൈവം നോക്കുന്നത് നീ എങ്ങനെ ജീവിച്ചു. ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് ജീവിക്കണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന അതിനാണ്. ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വചനം നമ്മൾ കേട്ടു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഹൃദയവേദനയോടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് കാണുന്നുണ്ട്. ഒത്തിരി മുന്നോട്ടുള്ള ആകുലതകൾ, ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള ആകുലതകൾ, ബിസിനസ്സിനെക്കുറിച്ചുള്ള ആകുലതകൾ, കൃഷിയെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന മക്കൾ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നീ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല. അതുകൊണ്ടൊരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ. ദൈവം നൽകിയ ജീവന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പിതാവെ നന്ദി, പിതാവെ സ്തുതി, പിതാവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം നമ്മൾ തന്നെ ആയിരിക്കാം. ഫലം പുറപ്പെടുവിക്കേണ്ടവർ നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നത് നല്ല വളവും വെള്ളവും ഒക്കെ കിട്ടിയാൽ നല്ല ഫലം പുറപ്പെടുവിക്കും. നന്നായി കിളച്ചൊരുക്കിയ മണ്ണിൽ നടപ്പെട്ട കൂദാശകളാൽ പരിപോഷിതരായ വളവും വെള്ളവും സ്വീകരിക്കുന്ന ജനമാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരു നിമിഷം ഈ പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഫലം, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം
ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ പ്രത്യേകമായി ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ പുണ്യം എനിക്ക് നൽകണമേ, അതെനിക്ക് നൽകണമേ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായി, വ്യക്തിയായി ഞാൻ ജീവിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണിമനായ ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തവർ, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റാത്തവർ, അവർക്ക് സ്നേഹത്തിൻ്റെ ആ വലിയ ഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ ദുഃഖത്തിലും വിഷമത്തിലും സങ്കടത്തിലുമൊക്കെ കഴിയുന്നവർക്ക് സന്തോഷം നൽകണമേ. കർത്താവേ, സമാധാനമില്ലാത്ത മക്കൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, അസമാധാനം നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ, അവിടേക്ക് ഇപ്പോൾ കടന്നു ചെന്ന് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ക്ഷമയെന്ന ഫലം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ കരുണ കാണിക്കാൻ പറ്റാത്ത മക്കൾ, കരുണ എന്ന ഫലം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വസ്തത പാലിക്കാൻ പറ്റാത്തവർ വിശ്വസ്തത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തോട് വിശ്വസ്തത പുലർത്താൻ പറ്റാത്തവർ, അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ പറ്റാത്തവർ, അവർക്ക് വിശ്വസ്തത എന്ന ഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗമ്യതയില്ലാത്ത മക്കൾ, എന്തിനും ഏതിനും വഴക്കടിക്കുന്ന ശീലമുള്ളവർ, എളിമപ്പെടാൻ പറ്റാത്ത മക്കൾക്ക് സൗമ്യത എന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മസംയമനം പാലിക്കാൻ പറ്റാത്ത മക്കൾ, അതുമൂലം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന മക്കൾ, കർത്താവെ, അവർക്ക് ആത്മസംയമനം നൽകണമേ. കർത്താവെ, നന്മ ചെയ്യാൻ പറ്റാത്ത മക്കൾ, നന്മയെ ഇഷ്ടപ്പെടാത്ത മക്കൾ, തിന്മയുടെ വഴികളിലൂടെ നന്മ ആഗ്രഹിച്ചിട്ട് കടന്നു പോകുന്ന മക്കൾ, നന്മ എന്ന ഫലം പുറപ്പെടുവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ,